ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക, ഇവർ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഇനി നമുക്ക് 45 ദിവസങ്ങളോളമാണ് ഇനി നീറ്റിനുള്ള നമ്മൾ ഏതാണ്ട് നമ്മുടെ ഒരു വർഷത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ അന്ത്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ എനിക്ക് പറയാനുണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്നേക്കുന്നത്. കാരണം ഈ ഒരു സമയത്താണ് നിങ്ങൾ വഴി തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത്. കാരണം ടെൻഷൻ കാരണം നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ തന്നെ പറ്റത്തില്ല. ഒന്നും മനസ്സിലാക്കത്തുമില്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്തൊക്കെയാണെന്ന്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ന് വിചാരിച്ചേക്കാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഫസ്റ്റ് നിങ്ങളുടെ ഒരു തോന്നൽ മാറ്റിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ളത് എന്ന് പറയുന്നത്, അപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞു, എനിക്ക് എന്തായിരുന്നാലും കിട്ടത്തില്ല, ഞാൻ അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാം, ഇപ്പം തൽക്കാലം പോയി എന്തെങ്കിലുമൊക്കെ പറ്റുന്നതൊക്കെ പഠിച്ചിട്ട് പോയി ചെന്ന് എക്സാം എഴുതാം. സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കുവാണ്, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഉണ്ടായിരുന്നവർ എത്ര പേരുണ്ട്? സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ആ ചിന്തിച്ച ആൾക്കാരങ്ങനെ മാറി നിൽക്കുമ്പോൾ ചിന്തിക്കാതെ ഇരിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു തോട്ടിലോട്ട് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇത്രയും പേരുടെ റാങ്കിൻ്റെ മേലെ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. കാരണം ഇവരൊക്കെ പറയുവാണെങ്കിൽ ഗിവ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയെടുക്കുക. ഞാൻ കാരണം അതിൻ്റെ റീസൺ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ഈ ഗിവ് അപ്പ് ചെയ്യുന്ന ഇത്രയും പേരുടെ റാങ്കിൻ്റെ മേലോട്ട് നിങ്ങൾ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കായോ, തീരെ പഠിക്കാൻ പറ്റാത്തവരാണല്ലോ ഗിവ് അപ്പ് ചെയ്യുന്നത്. അങ്ങനെയല്ല, പല തരത്തിലാണ് മനുഷ്യന്മാർ. അപ്പോൾ അവർക്ക് ചില കുട്ടികൾക്ക് ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല മാർക്ക് മേടിക്കുന്നവരായിരിക്കും, പക്ഷേ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ ടെൻഷൻ കാരണം അവർക്ക് ഒരുപാട് ചിലപ്പം അവർക്ക് പറ്റത്തില്ല എന്ന് വെച്ചിട്ട് അവർ നിർത്തിയിട്ട് പോകാറുണ്ട്. അടുത്ത വർഷം എഴുതാമെന്ന് വിചാരിച്ചിട്ട് പോകാറ്. അങ്ങനെ ഒരുപാട് പല തരത്തിൽ പല സിറ്റുവേഷൻ ഫേസ് ചെയ്ത് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് 45 ദിവസം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. 45 ദിവസം ഉള്ളൂ എന്ന് നിങ്ങൾ ഇനി ചിന്തിക്കേണ്ട. 45 ഡേയ്സ് ഉണ്ട്. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യണം? അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇപ്പം നിങ്ങൾക്കറിയാം, പലർക്കും അറിയായിരിക്കും ഞാൻ ബയോളജി എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കുട്ടി ചോദിച്ചതായിരുന്നു, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ആദ്യം ബയോളജി പഠിക്കാം, അത് കഴിഞ്ഞിട്ട് ഫിസിക്സ്, അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി, അങ്ങനെ പഠിച്ചോട്ടെ മിസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ 3 സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, നിങ്ങളുടെ വീക്കർ സബ്ജക്റ്റ് ഏതാണോ അതിന് ഇച്ചിരി കൂടെ സമയം കൊടുക്കൂ. കാരണം നമുക്കത് വീക്കാണല്ലോ, അപ്പോൾ നമുക്ക് സ്ട്രോങ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് നമ്മൾ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുക. ഇല്ല, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും ഒരുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഈക്വലി ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇനി ഇവിടെ പറയാനുള്ളൊരു കാര്യം, നമ്മൾ ബയോളജി പഠിക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ വേറെ ഒരു സോഴ്സും പഠിക്കാൻ പോകുന്നില്ല. നിങ്ങൾ NCERT മാത്രമേ പഠിക്കാൻ പോകുന്നുള്ളൂ. പഠിക്കാമെന്നല്ല, ഇനി നിങ്ങൾ റിവിഷൻ ചെയ്യാൻ പോകുന്നുള്ളൂ എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ റിവൈസാണ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ അതിൽ പുതിയ പുതിയ പോർഷൻസ്, ചിലപ്പോൾ നിങ്ങൾ ഒട്ടും തൊട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത പോർഷൻസുകൾ ഉണ്ടെങ്കിൽ അതിന് ദിവസം ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ ബയോളജിയുടെ കാര്യം ഞാനൊന്ന് പറയട്ടെ. ബയോളജിക്ക് നിങ്ങളൊരു ദിവസം എത്ര സമയം മാറ്റി വെക്കണമെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും, ഒരു 4 മണിക്കൂർ മാറ്റി വയ്ക്കാം. 4 മണിക്കൂറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നവരോ ആയിക്കോട്ടെ. ഞാൻ പൊതുവേ പറയാറുണ്ട്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരാണെങ്കിൽ എൻ്റെ UVR ക്ലാസ് കണ്ടുകൊണ്ട് തുടങ്ങാൻ ഞാൻ പറയാറുണ്ട്. ചുമ്മാ അതൊരു നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ തന്നെ അങ്ങ് വിശ്വസിക്കുന്നത്, ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നതാണ്. ചുമ്മാ ഒന്ന് പൊക്കി പറഞ്ഞോട്ടെ, ഇരിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഫസ്റ്റ് രാവിലെ തന്നെ, കാരണം നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അവർ പഠിക്കുന്നതിൻ്റെ ഒരു എന്താണോ നമുക്ക് കിട്ടുന്ന എനർജി, അത് നമുക്കത് പ്രോപ്പർ എനർജി കിട്ടുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ ബയോളജി ഒരു ചാപ്റ്റർ, ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ രാവിലെ നിങ്ങൾ ഒരു ചാപ്റ്റർ ഏതാണ് പഠിക്കേണ്ടത് അത് പഠിക്കുക. നിങ്ങൾക്ക് അത് തീരെ അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ ആ 1 അവർ നിങ്ങൾ പഠിക്കുക. 1 അവർ മാത്രമേ ടൈം വെക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് പല കുട്ടികൾക്ക് ഒരു ചാപ്റ്റർ 1 അവറിൽ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ അതിനകത്ത് ഇപ്പോൾ ചുമ്മാ റിവിഷൻ പോലത്തെ ഒരു സംഭവമല്ല,
ഒരു കൺസെപ്റ്റ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള എക്സാമ്പിൾസുകളൊക്കെ മറന്നു പോകുകയാണെങ്കിൽ അതിന് ഓർത്ത് വയ്ക്കാനൊക്കെ ഉള്ള ഒരു നിമോണിക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് +2 കഴിഞ്ഞ കുട്ടികൾ ഇപ്പോൾ നിങ്ങളൊക്കെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരായിരിക്കും. ബട്ട് നിങ്ങളിപ്പോൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളതിന് ഫുൾ ഇപ്പോൾ കുറേ കുട്ടികൾ മനസ്സിലാവും, കുറേ കുട്ടികൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. അതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ അതെടുക്കൂ ഇതെടുക്കൂ എന്ന് പറയുന്നതല്ല. ജസ്റ്റ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഇത്രയും സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നു, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് അത്രയും ഈ പറയുന്ന കണ്ടന്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് സമയമേ ഉള്ളൂ, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ഒരുപാട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ചില ചാപ്റ്റേഴ്സുകൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ ബൈ ഡോക്ടർ ഗോപികയിൽ ജോയിൻ ചെയ്യാം. അത് ചെയ്യാനുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, ഇവർക്ക് ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് എന്ന് കാണാൻ പറ്റും. അതിനകത്ത് ഡെമോ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ആനിമൽ കിങ്ഡത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലാസ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് യൂസ് ആവില്ല. നിങ്ങൾ തന്നെ വിചാരിക്കും ഓക്കെ ഇത്ര സിമ്പിൾ ആയിരുന്നു ക്ലാസ് എന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു തോന്നൽ വരും. ഓക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ല ഇനി നിങ്ങൾക്ക് അത് പറ്റത്തില്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഭയങ്കര വേഗം തീർക്കണം, പെട്ടെന്ന് നിങ്ങൾക്ക് കുറേ തവണ റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിനകത്ത് തന്നെ YQT തണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ക്രാഷ് കോഴ്സ് ഉണ്ട്. ഞാൻ മുൻപേ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്രാഷ് കോഴ്സാണ്. അത് പഴയ സിലബസിൻ്റെ ബേസിസിലാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒരുപാട് തവണ റിവൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതൊരു ഫ്രീ കോഴ്സാണ്, എല്ലാവർക്കും ഫ്രീ ആണ്. നിങ്ങൾക്കത് ആപ്പിലൂടെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. അപ്പം ബയോളജി റിവിഷൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് യൂസ് ആവും കേട്ടോ, ഒരുപാട് യൂസ് ആവും. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ ലാസ്റ്റൊക്കെ സ്റ്റേജിലാകുമ്പോൾ UBR കോഴ്സിൽ ജോയിൻ ചെയ്യണ്ട. കാരണം നിങ്ങൾക്കത് പഠിച്ചിട്ട് ഞാൻ പൊതുവെ പ്രൊമോട്ട് ചെയ്യുന്നത് പഠിച്ചിട്ട് പോകുന്നതിനേക്കാൾ ഉപരി അത് ഒരു തവണ കൂടെ റിവൈസും കൂടെ ചെയ്തിട്ട് പോകുന്നതിനുള്ള സമയം ഉണ്ടെങ്കിൽ ഞാൻ UBR കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറയാറുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ വേറെ കുട്ടികളൊക്കെ ഇപ്പോൾ അറിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൂടെ പറയുന്നത് എൻ്റെ ഒരു ഇതായിട്ടുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ റിവിഷൻ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കുന്ന സാധനം അറ്റ്ലീസ്റ്റ് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകണം എന്ന ആഗ്രഹമുള്ളവർ UBR കോഴ്സിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അതല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ബയോളജി അറിയാം, പക്ഷേ ബേസൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനൊരു സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതുമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UBR കോഴ്സിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ബയോളജിനെ പറ്റി തീരെ ഐഡിയ ഇല്ല നിൽക്കുവാണെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബയോളജി മാത്രമേ നിങ്ങൾക്ക് നീറ്റിൻ്റെ സമയം കൊണ്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് അങ്ങനെ ആവശ്യമുള്ളവർ അങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഞാനങ്ങ് പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ഒന്നുകൂടെ പഠിച്ച് ഒരു ബേസും ഇല്ലാത്തൊരാൾക്ക് വന്നിട്ട് പഠിച്ച് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ പഠിച്ചിട്ട് പോകാനുള്ള സമയം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. പക്ഷെ പഠിക്കാനുള്ള സമയമുണ്ട്, റിവിഷൻ ചെയ്യാനുള്ള സമയം കുറവായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വെച്ചിരുന്ന ചാപ്റ്റർ, ഇപ്പം നിങ്ങൾക്കൊരു ചാപ്റ്റർ ഭയങ്കര വീക്കാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കുക. ബയോളജിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ 1 മണിക്കൂർ, നെക്സ്റ്റ് 1 അവർ നിങ്ങൾ ഏതെങ്കിലും മുന്നേ പഠിച്ച ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പോൾ റിവൈസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. UBR ക്ലാസ് വെച്ചിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് വേഗം തീരും. ഓക്കെ, അപ്പം അത് റിവൈസ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വേറെ നിങ്ങളുടെ ക്ലാസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് വെച്ചിട്ട് NCERT ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് നിർബന്ധം, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് UBR ക്ലാസ്സിൽ ഞാൻ NCERT തന്നെ കൊണ്ടുവന്നത്, വേറെ ഒരു നോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കാരണം അതെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഇനി 2 മണിക്കൂർ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഫൈനലി പറയാനുള്ള കാര്യം, NCERT അല്ലാതെ ഒരു ബുക്ക് ഇനി നിങ്ങൾ ബയോളജിക്ക് പഠിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇനി ദിവസം പഠിച്ച ചാപ്റ്റേഴ്സുകൾ റിവൈസ് ചെയ്യുന്നു, അതിനൊരു മണിക്കൂർ കൊടുക്കുന്നു. ബാക്കി ഒരു 2 മണിക്കൂർ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വേറെ MCQസുകളും നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് പഠിച്ച ചാപ്റ്ററിൻ്റെ ചെയ്യാം, പഠിക്കാത്ത ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ നാളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പഠിച്ച ചാപ്റ്ററിൻ്റെ MCQസേ ഞാൻ ഇന്ന് ചെയ്യുള്ളൂ, അങ്ങനെയില്ല. നിങ്ങൾക്കിനി എല്ലാ ചാപ്റ്റേഴ്സും ഈക്വലാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചതാണ്, അപ്പോൾ നിങ്ങൾ ഏതൊരു ചാപ്റ്ററും ഇനി നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിനിങ്ങനെ കണക്ക് വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ മസ്റ്റായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, MCQs ചെയ്യണം. ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. കാരണം നമുക്ക് എല്ലാ വർഷവും റിപ്പീറ്റുകൾ ഇങ്ങനെ വരും. അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ടോപ്പിക് റിപ്പീറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായി ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വിശ്വസിച്ച് ഇത്രയും 45 ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി വേറൊരു തെറ്റായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റണമെന്നുണ്ട്. പല കുട്ടികളും ചിന്തിക്കും 45 ദിവസമുണ്ട്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാസം ഞാൻ പഠിക്കുന്നു, അവസാനത്തെ 15 ദിവസം ഞാൻ റിവൈസ് ചെയ്യുന്നു, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. മാറ്റിയേക്കാം. ഓക്കെ, നമ്മളുടെ റിവിഷൻ പീരീഡ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു.
ഇപ്പം നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നോ പുതിയതൊക്കെ പഠിക്കുന്നത് നടക്കട്ടെ, പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിയേ പറ്റത്തുള്ളൂ. അത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും റിവിഷന് വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി അവസാനത്തെ 15 ദിവസം റിവൈസ് മാത്രം ചെയ്യാമെന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കരുത്. ഇപ്പോഴേ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് പോവുക. അതിന് ഒരുപാട് സമയം എടുക്കത്തുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ 15 ദിവസം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഒന്നാമത് ടെൻഷൻ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി ഓർമ്മയും കാണത്തില്ല, നിങ്ങളുടെ സകല കോൺഫിഡൻസും പോകും. അപ്പം അത് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴേ നിങ്ങളുടെ റിവിഷൻ നിങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ബയോളജിക്ക് UBRൻ്റെ ഒരു ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ ആ ടൈം ടേബിളിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് പോകാം. പക്ഷേ അത് ഞാനിപ്പോൾ അങ്ങനെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനും പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ടൈം അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കരമായി ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറയുന്നൊരു കാര്യം, പേടിച്ചിട്ട് അല്ലെങ്കിൽ ടെൻഷൻ കാരണം മാർക്ക് കുറവെന്ന് പറഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ YQTയിൽ തന്നെ പല മോക്ക് ടെസ്റ്റുകൾ ഇടും. കുട്ടികൾ ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ തന്നെ ചോദിക്കും, ആരെങ്കിലും ഞാൻ നോക്കാറുണ്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അപ്പം ഈ ചോദിക്കുമ്പോഴത്തേനും പറയുന്നതെന്ന് വെച്ചാൽ ടെൻഷൻ കാരണം ചെയ്തില്ല എന്നുള്ളത്. നിങ്ങൾ എന്തായിരുന്നാലും നീറ്റിനെ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ കാരണം അറ്റൻഡ് ചെയ്യാതിരിക്കുമോ? ഇല്ല. ഇപ്പോഴും നമ്മൾ ആ ധൈര്യം കണ്ടുപിടിച്ച് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് ഓരോ ആഴ്ചയും ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ആകുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആവുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ റോങ് ആയിട്ടുള്ളത്, ആ റോങ് എന്തുകൊണ്ട് റോങ് ആയി എന്നുള്ളതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ 45 ഡേയ്സ് പോകുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ഇത് എല്ലാവർക്കും അല്ല, അതായത് ഈ ഒരു സാധനം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് സമയം എടുത്തെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.